ഹായ്! വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഒരുപാട് ആൾക്കാരെ എന്നോട് ഡേ മൈ ലൈഫ് വേണം, നിങ്ങളുടെ ഡെയിലി വ്ളോഗ് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാണാമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ഒന്ന് കിടന്നുറങ്ങി എണിച്ചാട്ടെ രാവിലെ. ഇന്നലെ രാത്രിയൊക്കെ ഒരു 10:30 ആകുമ്പോഴേക്കും ഞാൻ കിടന്നു കേട്ടോ. ഭയങ്കര ക്ഷീണവും ഇതായിരുന്നു. അപ്പോൾ ദേ രാവിലെ എണിച്ച് വന്നതിന് ശേഷം ഞാനും ചേട്ടനും അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങി വരുമ്പോൾ അത്യാവശ്യം നേരമായിട്ട് പിന്നെ നമ്മൾ ഈ അലർജിയുടെ ഗുളികയൊക്കെ കഴിക്കണതിന് ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പോൾ കടല ഒരു 3-4 പ്രാവശ്യം കഴുകിയ കടല കേട്ടോ. അത് ആദ്യം ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ എടുത്തത് കടല 3-5 പ്രാവശ്യം കഴുകിയതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കൂടുതൽ കടല ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, കുറേ നാളായിരിക്കും ഈ പുട്ടും കുത്തി കഴിച്ച് കടലക്കറി കഴിക്കാൻ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ കടല വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് അരി അടുപ്പത്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു, ഞങ്ങൾ വന്ന ശേഷം ചോറ് വെച്ചാൽ ചോറ് ആരും രാത്രിയാകുമ്പോൾ കഴിച്ചിട്ട് എല്ലാവരും ഉച്ചയ്ക്ക് ഒരു 6 മണിയാകുമ്പോൾ കഴിച്ച ഫുഡ് തന്നെയാണ്. പിന്നെ രാത്രി ആരും ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ഇവിടെ തുടങ്ങി ചെയ്യണമുണ്ട്. അപ്പോൾ ആ ചോറിരിക്കുന്ന പക്ഷേ ഉണ്ണുകൾക്ക് രാവിലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് വയ്ക്കട്ടെങ്കിൽ ഉണ്ണുകൾക്ക് സ്കൂളിലേക്ക് ഇങ്ങനെ തലേ ദിവസത്തെ കറിയോ ചോറോ ഒന്നും കൊടുത്തേക്ക് എനിക്കിഷ്ടമല്ല. അത് വെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ കുറുക്കനായാലും കുടുക്കിക്കായാലും പൊന്നൂനായാലും കുഞ്ഞനായാലും ഇന്നും അന്നന്നത്തെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡുകളാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കേട്ടാ. ഞാൻ അങ്ങനെയാണ്, എനിക്കെന്തോ അതാണ് ഇഷ്ടം. അങ്ങനെ എത്ര ദിവസമായിന്ന് നമ്മുടെ പുട്ടൊക്കെ ഒന്ന് തിന്നിട്ടാകുമ്പോൾ പുട്ടിനുള്ള മാവ് പൊടി കുഴയ്ക്കുമ്പോഴേ ഒരു സന്തോഷം. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ കുഴച്ചിട്ട് എനിക്കറിയാം ഇന്ന് എല്ലാവർക്കും ചിലവ് എന്താ വെച്ചാൽ ഇത്ര ദിവസത്തെ ക്ഷീണം എല്ലാവർക്കും ഫുഡിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പം ഞാൻ നമ്മുടെ അജ്മീൻ്റെ പുട്ടുപൊടി എടുത്ത് അതിൽ കുറച്ച് ഉപ്പും പൊടി ഇട്ടു, ജീരകം നല്ല ജീരകം ഇട്ടു കേട്ടോ. പിന്നെ നേരിയൊരു ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുഴച്ചൊരു 10 മിനിറ്റ് അങ്ങനെ വെക്കും കേട്ടോ. അത് അവിടെ നിന്ന് ഇരിക്കുമ്പോഴേക്കും അതിനായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ കുത്തിയമുളക് തീരാറായിട്ട് അപ്പോൾ അത് ഞാൻ എടുത്തു കൊടുന്ന് ഇട്ടു കേട്ടോ. പക്ഷേ നമ്മൾ ഹൈലൈറ്റ് വന്ന് ലുലുവിൻ്റെ കുത്തിയമുളക് മേടിച്ചായിരുന്നു കേട്ടോ. നല്ല കുത്തിയമുളക് കേട്ടോ. അങ്ങനെ ഒരു ടെപ്പയിൽ കിട്ടാം കേട്ടോ. എനിക്ക് തോന്നുന്നു 70 എത്ര സംതിങ് റേറ്റ് ഉള്ളൂ. നല്ല മുളകാണ്. അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ തലേ ദിവസത്തെ ഫുഡ് ആരും കഴിച്ചില്ല. അപ്പോൾ ആ പാത്രമൊക്കെ അങ്ങനെ ഇരുന്നിരുന്നു. അതൊക്കെ കഴുകി കഴുകി വെക്കാട്ടോ. ഇന്നലെ ഒന്നും അങ്ങനെ കഴുകി വെക്കാൻ പറ്റിയില്ല. എല്ലാവരും രാത്രി ഫുഡൊക്കെ കഴിക്കാന്ന് വെച്ചെങ്കിലും ക്ഷീണം കാരണം എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിയിട്ടാ. അങ്ങനെ ഞാൻ ഈ കുറച്ച് കടലുപ്പേരി വെച്ചാൽ അത് എരി പാഞ്ഞു അതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പുട്ട് ഇടാൻ വേണ്ടിയിട്ട് ആ കാസറോളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലാത്ത തന്നെ അതൊക്കെ ഒന്നുകൂടി കഴുകിയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര ദിവസം യൂസ് ചെയ്യാത്ത പാത്രങ്ങളില്ല. അപ്പോൾ അതൊക്കെ ഇന്ന് പാത്രം കണ്ടിട്ടാണ്. അപ്പോൾ ഞാനേട്ടൻ പോയിട്ട് ഇന്നലെ രാത്രി ആകുമ്പോൾ ഞങ്ങൾ രാത്രിക്ക് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, കറി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും വയ്യാത്തവരെ എന്നോട് പറഞ്ഞു ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കിടക്കുമ്പോൾ മീൻ ഒന്നും ചെയ്തില്ല, ഫ്രിഡ്ജിൽ കയറ്റി. ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ച മീൻ ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ പെട്ടെന്ന് തന്നെ അത് നന്നാക്കി കറിയാക്കാന്ന് വെച്ചിട്ട് ഞാൻ അത് കുറേ നേരം ഇരിക്കുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ അതിനേട്ടൻ പറഞ്ഞു ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ട, അതിനേട്ടൻ മീൻ നന്നാക്കാൻ നിൽക്കണമെങ്കിൽ കുറേ നേരം വേണം. ഞാനാണെങ്കിൽ ചടപടാന്ന് വെച്ചിട്ട് മീൻ നന്നാക്കൂട്ടാ. അപ്പോൾ അടു എന്ന് പറഞ്ഞൊരു മീനുണ്ട്, എനിക്കറിയില്ല പ്രായ അടു അങ്ങനെ എന്ത് പറയണ ഒരു മീനും പിന്നെ മത്തിയാണ് കേട്ടോ. രണ്ടും അരക്കിലോ മീൻ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും മീനൊക്കെ ഉണ്ണുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആവേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർത്തുമ്പിക്കും മീൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ചോറില്ലേലും അവൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കുണക്കനും കുണിക്കൊക്കെ കഴിഞ്ഞാട്ടാ. അപ്പോൾ ചോദിച്ചു മത്തി വറക്കാം, ആ മീൻ കുറച്ച് വീതിയും കുറച്ച് ദശയുള്ള മീനാണ്. അപ്പോൾ ചോദിച്ചു അത് കറി വയ്ക്കാം. കുട്ടികൾക്ക് കുണിക്കൊക്കെ വറുത്ത മീനിനേക്കാളും ഇഷ്ടം കറി വെച്ച മീനാണ്. എല്ലായിടത്തും കുട്ടികൾക്ക് വറുത്ത മീനോടൊക്കെ കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ പിള്ളേർ കാർത്തുമ്പ എങ്ങനെയാണ് കറി വെച്ചതിനോടാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ മീൻ കറിക്ക് എൻ്റെ ഏട്ടനോട് ഞാൻ കുറച്ച് നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളികേരമൊക്കെ ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടിലേക്കും മീൻ കറിക്കും കേട്ടോ. അപ്പോൾ 2 പിടി നാളികേരം ഇട്ടു, അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു 2-3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ചാന്ത് പോലെ അരച്ചിട്ടു. എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് നേരമില്ല, പെട്ടെന്ന് നൂഡിൽസ് പോകുമ്പോൾ എല്ലാ പണികളും കഴിയണം. അപ്പോൾ ഈ ചട്ടി എന്താണ്ടായത്, ചട്ടി ഞാൻ കഴുകിയിട്ട് കുക്കർ ഇറക്കി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ അടുപ്പത്തോട്ട് ചട്ടി വെച്ചു. അപ്പോൾ ചട്ടി ചൂടായി. അതാണ് അരപ്പ് വെച്ച് പിന്നെ തിളച്ച് ചെയ്തിട്ട് ചട്ടി ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് മിക്സിയുടെ ജാറൊക്കെ കഴുകി ആ വെള്ളമൊക്കെ ഒഴിച്ചു. അതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചീന്തിയിട്ടു. ഒരു വലിയ ഒരു തക്കാളി, എനിക്കിഷ്ടമാണ് മീൻ കറിയിൽ ഈ തക്കാളി ഇടുന്നത്. തക്കാളി അത് കഴിക്കാനും ഇഷ്ടമാണ്, കറിയിൽ ഇടുന്നതും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതിൽ നമ്മൾ ചുവന്നുള്ളിയും ഇഞ്ചി ചതച്ചിട്ടു, കറിവേപ്പില ഇട്ടു, ഉപ്പിട്ടു കേട്ടോ. ഇനി ഇത് നമ്മൾ ജസ്റ്റ് അടുപ്പത്ത് കയറി ഇല്ല, നമ്മുടെ കുടംപുളി ഇട്ടിട്ടില്ല, മെയിനായിട്ടുള്ള സാധനം നമ്മൾ കുടംപുളി ഇട്ടു. അങ്ങനെ നമ്മുടെ മീൻ കറി എത്ര പെട്ടെന്നല്ലേ സെറ്റ് ചെയ്ത് അത് അടുപ്പത്തേക്ക് വെച്ചു. ഇനി അത് തിളച്ച് വരുമ്പോഴാട്ടോ നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര പെട്ടെന്ന് മീൻ കറി എളുപ്പ പണി കേട്ടോ. പണ്ടൊക്കെ അമ്മയും അരച്ചിട്ടാണ് മീൻ കറി ഉണ്ടാക്കുക കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കാലം നമ്മൾ പുരോഗമനങ്ങളൊക്കെ വന്നപ്പോൾ മിക്സി കഴിക്കുമ്പോൾ അമ്മയ്ക്ക് ഈ അരച്ച നാളികേരം കാണുന്നത് ഇഷ്ടമല്ല. പണ്ടത്തെ മിക്സി ഒന്നും അത്ര നാളികേരം ചാന്ത് പോലെ അരയില്ലല്ലോ. ഇപ്പോഴത്തെ എൻ്റെ മിക്സിയൊക്കെ നന്നായി അരഞ്ഞു കിട്ടും കേട്ടോ.
അപ്പോൾ ഞാനങ്ങനെ വെക്കുക വെച്ചിട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നാളികേരം ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കും. അങ്ങനെ 2 പ്രാവശ്യം പാല് പിഴിഞ്ഞിട്ട് ആ പാല് വെച്ചിട്ടാണ് മീൻ കറി. അതും വേറൊരു ടേസ്റ്റാണ്. പക്ഷേ അതൊക്കെ എനിക്ക് രാവിലെ നേരെ ചെയ്യാൻ മെനക്കെട്ട പണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അരപ്പ് ഇങ്ങനെ അരച്ചങ്ങോട്ട് ഒഴിച്ചു. പക്ഷേ അടിപൊളി മീൻ കറിയായിരുന്നു കേട്ടോ. കുറേ ദിവസമായി മീൻ കറിയൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുണുക്കമ്മോന് കടലേക്കാളും ഇഷ്ടം മീൻ കറിയാണ് പുട്ടിന്. അതുകൊണ്ടാണ് കേട്ടോ കുണുക്കമ്മോൻ പോകുന്നേക്കാൾ മുന്നേ ഞാൻ മീൻ കറി വെച്ചുണ്ടാക്കിയത്. പിന്നെ ഈ ഒരു മീൻ ഉണ്ടല്ലേ അടുപ്രായി എന്താ ഒന്നാണ് പറയട്ടെ, ആ മീൻ കറി വെച്ച വശം ആ മീനിൻ്റെ ഗ്രേവിക്കും മീനും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് വെച്ചൊരു 10-20 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ടേസ്റ്റ് കഴിഞ്ഞാലാണ് ഈ മീനൊരു പ്രത്യേക ടേസ്റ്റ് ഒരു ഭയങ്കര രസമാട്ടോ മീൻ കഴിക്കാൻ. വെച്ച ശേഷം നമ്മൾ ഇതെന്താ ഒരു വികാരമില്ലാത്തൊരു മീനൊക്കെ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ചൊന്നും തോന്നുന്നു. പക്ഷേ അത് കഴിഞ്ഞൊരു അരമണിക്കൂർ അടിപൊളിയാവും കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ അപ്പുറത്ത് ചീനച്ചട്ടി വെച്ചു. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ടു. അതിലേക്ക് കുത്തിയ മുളകിട്ടു, മുളകും പൊടി ഇട്ടു. ഇതാണ് ട്ടോ നമ്മൾ പുട്ടിലേക്ക് ഉണ്ടാക്കണ കുത്തി കഴിച്ച കടലക്കറി ട്ടാ. സത്യം പറഞ്ഞാൽ ചോറിലേക്ക് ഭയങ്കര രസമാണ്. ഒരു ഉണക്കലുണ്ടെങ്കിൽ ആ ഗ്രേവി കൂട്ടി ചോറിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കണം. ഒന്ന് നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ടേസ്റ്റ്. കടല വേവിക്കുമ്പോൾ ഉപ്പ് കുറച്ച് പിന്നാക്കിടണം. എന്ന് വെച്ചാൽ ഈ ഗ്രേവി വറ്റി വരുമ്പോൾ ഉപ്പ് കൂടുതലാവും. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ഉപ്പിൻ്റെ ഭാഗത്ത് കുറച്ച് കുറച്ചിട്ട് വേണം ഇടാൻ ട്ടോ. പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണം. ആ കടല വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ ആ കുത്തി കഴിച്ച ടേസ്റ്റ് ഉള്ളൂ. പകരം കടല ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല. ആ കടല കുക്കറിൽ കിടന്ന് വെന്തിട്ടുള്ള ഒരു ഗ്രേവി ഇല്ലേ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വെക്കാത്തവരാരെങ്കിലും ജസ്റ്റ് ഒന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുത്തി കാച്ചാൻ വേണ്ടി കുറച്ച് മാറ്റി ബാക്കി കടല വേവിച്ചത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കടല കാച്ചിയതൊക്കെ ഒന്ന് ഇതായതിൻ്റെ ശേഷം ഞാനിത് അപ്പുറത്ത് ചുവന്നുള്ളി കറിവേപ്പില ഇട്ടു. നമ്മൾ മീൻ കറി കാച്ചാട്ട വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളി കറിവേപ്പില വാട്ടി. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ കടല ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില ഇട്ടു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ ദേ കുത്തിമുളക് ഇട്ടു. നമ്മൾ മുളക് കടല കുത്തി കാച്ചില്ല സെയിം കാര്യമാണ്. പക്ഷേ ഇതിൽ നാളികേരം ഇടും. പിന്നെ അങ്ങനെ ഗ്രേവി ഒഴിക്കില്ല. കടല വേവിച്ച് കടല മാത്രം എടുക്കണം കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ ഒഴിക്കും, ഒന്ന് വറ്റിച്ചെടുക്കും. കണ്ട കടല മാത്രം എടുത്ത് നമ്മുടെ നാളികേരം ഇട്ടപ്പോൾ നമ്മുടെ ഉപ്പേരിയുടെ ഒരു ഭംഗി നോക്കി. ഭംഗി മാത്രമല്ല ദേ ഇപ്പം എൻ്റെ അടുത്ത് വിശന്നപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് ഉപ്പേരി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ കടലുപ്പേരി. അങ്ങനെ പൊന്നു പറയുന്നുണ്ട് ഇതൊരു രസം അമ്മ. ഞാൻ ചോറ്റും പാത്രത്തിൽ ചോറാക്കുമ്പോഴേ പൊന്നു പറയുന്നുണ്ട് അമ്മ കുട്ടിക്കാലം ഓർമ്മ വരിക, അമ്മയുടെ കടലുപ്പേരിയും അച്ചാറ് കൂട്ടി ചോറും ഉണ്ടായിരുന്നത് ഓർമ്മ വരിക എന്ന് പറഞ്ഞു കേട്ടോ പൊന്നു. അങ്ങനെ ദാ കോഴിമുട്ടയാണ് കേട്ടോ. നമ്മൾ എന്നും കുണക്കേനെ കുണക്കിക്കും. ഞാൻ പറഞ്ഞില്ലേ കോഴിമുട്ട ഓംലേറ്റ് ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ ചോറുണ്ടില്ലെങ്കിൽ ഒരു മുട്ട ഓംലേറ്റിന് കഴിച്ചാൽ അതിൻ്റെ ഒരു ആരോഗ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ വന്നിട്ട് ഈ മുട്ട ഓംലേറ്റ് വേഗം ഉണ്ടാക്കാൻ കേട്ടോ. പൊന്നു അപ്പോഴേക്ക് എണിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഉണ്ണുകൾക്ക് ഫുഡ് കൊടുത്തോ, ബാക്കി ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയോളൂ, നീ ഉണ്ണുകൾക്ക് ഫുഡ് കൊടുത്തു പറഞ്ഞു. എന്താ വെച്ചാൽ സ്കൂളിൽ പോകുമ്പോഴേ കഴിക്കാണ്ട് പോവരെ അത് ഭയങ്കര ഒരു വിഷമമാണ്. അത് അവന് വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യും. കുണിക്കുമ്പോൾ ഭയങ്കര മടി കഴിക്കാൻ. കുണിക്കിന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ആണെങ്കിൽ അവന് വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ സുഖമായിട്ട് കഴിക്കും കേട്ടോ. അങ്ങനെ ദേ പൊന്നു പോയിട്ട് പുട്ടെടുക്കാൻ പോയിട്ട് കേട്ടോ. പുട്ടെടുത്ത് കുറച്ച് മീൻ കറി ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ കുണുക്കമ്മോൻ ഹാപ്പി ഇതാണ് കേട്ടോ. പുട്ടും മീൻ കറി ഒരു അവൻ ഹാപ്പി ആയിട്ട് രാവിലെ വയറ് നിറയെ ഫുഡ് കഴിച്ചിട്ട് സ്കൂൾ തുറന്നതിന് ശേഷം സ്കൂൾ പോകാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് വയറ് നിറയെ അവൻ ഫുഡ് കഴിച്ച് പോയി തിന്നാ. അവന് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും മീൻ കറിയും. പിന്നെ ദേ കുറച്ച് നാളികേരം ബാക്കി വന്നപ്പോൾ ഒരു ടീസ്പൂൺ ഒരു കുഞ്ഞ് 2 ടീസ്പൂൺ നാളികേരം ബാക്കി വന്നപ്പോൾ അതും നല്ല പുളി കുറഞ്ഞ തൈരും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും നല്ല ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും ഉപ്പിട്ടിട്ട് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുക കേട്ടോ. പിന്നെ ഈ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഉലുവിട്ടു വറ്റൽമുളക് കറിവേപ്പില ഇട്ടു. അത് മൂത്ത് വന്നപ്പോൾ ദേ നമ്മൾ അരച്ച് വെച്ച തൈരിൻ്റെ അരപ്പ് വെച്ചിട്ടു. അപ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്തു വിട്ടു. എന്താ വെച്ചാൽ ഈ കറി ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും തൈര്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ വേറൊരു പാത്രത്തിലേക്ക് ആ കറിയൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ നമ്മൾ ഈ മത്തി വറുക്കാനിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഏകദേശം നമ്മൾ മത്തി വറുക്കാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഉണ്ണുകൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം അവർക്ക് ചോറാക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുണുക്കമ്മ നല്ല ചൂട് നല്ല ആവി പോണ നല്ല ചൂടുള്ള ചോറ്. എനിക്ക് ഈ തിളപ്പിച്ച ചോറൊന്നും കൊടുത്തേക്ക് കുട്ടികൾക്കൊരു വയറിന് സുഖം ഉണ്ടാവില്ലേ, ഛർദ്ദിക്കാൻ വരുമോ എന്നുള്ള ടെൻഷൻ കാരണം ഞാൻ അന്നന്ന് കറക്റ്റ് വേവിച്ച് എനിക്കതാ ഇഷ്ടം. അവർക്കത് കൊണ്ടുപോകണേൽ എനിക്ക് കൂടുതൽ അതാ ഇഷ്ടം. പിന്നെ ഈ കുറച്ച് കടലുപ്പിട്ട് കുടിക്കുമ്പോൾ കുടിക്കുമ്പോൾ നമ്മ എനിക്ക് കുറച്ചിട്ടാൽ മതി. കുറച്ച് ദിവസമായി കുടിക്കുമ്പോൾ ഭക്ഷണം തീരെ കഴിക്കുന്നത് ഭയങ്കര മടി. എന്താ നല്ല കാണും. ഇപ്പോൾ കുട്ടി ഫുഡ് കഴിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ നോക്കിയതാണോ എന്താണെന്നല്ല, കുട്ടി ഇപ്പോൾ തീരെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല കുടിക്കുമ്പോൾക്ക്. അങ്ങനെ കഴിഞ്ഞാൽ ഒരു 3 കോഴിമുട്ട കൊണ്ട് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ 2 മുട്ട കൊണ്ട് ഉണ്ടാക്കാം. അതിന് 3 എണ്ണത്തുണ്ടെങ്കിൽ എന്നിട്ട് ഒരു പകുതി നമ്മൾ കാർത്തുമ്പിക്ക് എടുത്ത് വെച്ചു കൂട്ടാം. എന്താ വെച്ചാൽ കാത്തു ചില സമയത്തേക്ക് എന്നിട്ട് കഴിച്ചൊന്നുമില്ല, അത് എടുത്ത് വെച്ചത് മാത്രം മിച്ചം. അത് കഴിച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ ആക്കിയതിന് ശേഷം പുളിശ്ശേരി
നല്ല പുള്ളി കുറഞ്ഞ തൈരോട് ഉണ്ടാക്കിയാൽ കേട്ടോ ടേസ്റ്റ്. നമ്മുടെ ഈ നാട്ടിലത്തെ കറിയല്ല, ഈ കൊല്ലം സൈഡിലൊക്കെ ഒരു ഒഴിച്ച് കറിയാണ് കേട്ടോ. ഞാൻ പോലെ ദുബായിൽ പോയിട്ട് എനിക്ക് കിട്ടിയ ഒരു നമ്മൾ ഓരോ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കാം ഒരു കിട്ടുന്നത് അങ്ങനെ ഒന്നും കിട്ടിയ കേട്ടോ. എന്ന് വെച്ചാൽ ഒരു കരുനാഗപ്പള്ളിയിലുള്ളവരായതുകൊണ്ട് ഞങ്ങളുടെ നമ്മൾ അവരുടെ റൂമിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അവരുടെ ഒഴിച്ച് കറിയായിരുന്നു കേട്ടോ. അതപ്പോൾ ഞാൻ ഉണ്ടാക്കിയാൽ ശീലിച്ച് പഠിച്ച് വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയ ശേഷം ഞങ്ങളുടെ എല്ലാവർക്കും, ഞങ്ങളുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടം കേട്ടോ. പ്രത്യേകിച്ച് മീൻ കറിയുടെ കൂടെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ ഈ ഒഴിച്ച് കറി. സൂപ്പറാണ്, നല്ല നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരാൾ എന്നെ കൊതിപ്പിച്ചിട്ട് മിച്ചറും ചായയൊക്കെ കുടിക്കുക. അങ്ങനെ നമ്മുടെ കുണിക്ക് മോളെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. കുണിക്ക് പറഞ്ഞ മാച്ചയ്ക്ക് വേണ്ട ശ്രദ്ധിക്കുക, ഒരു വായ മതി ഇതൊക്കെ പറഞ്ഞിട്ട് കഞ്ഞി കൊടുക്കണം. നമ്മുടെ കുണിക്കിനെയൊക്കെ സ്കൂളിലേക്ക് ആക്കി. അപ്പോൾ നമ്മളിവിടെ വന്ന് കേട്ടോ വാസൻ്റെ ചായ കുടിക്കും. ഇപ്പോൾ കുറേ ഒരാഴ്ചയായിട്ട് നമുക്ക് വാസൻ്റെ അടുത്ത് ചായ കുടിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നാലും വാസൻ്റെ അടുത്ത് ഒരു ചായയും പത്തിരിയും കുടിക്കും. അവിടെ ഉള്ള ആളെ കണ്ട അമ്മ തലവേദന, ഭയങ്കര തലവേദന. എനിക്ക് യാത്രയൊക്കെ കഴിഞ്ഞാൽ തന്നെ ഉള്ളൂ രാവിലെ എനിക്ക് ഭയങ്കര തലവേദന. എന്നാലും വീട്ടിൽ ഏകദേശം എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് മീൻ കറി വെച്ചു, മീൻ വറുത്തു, കടല ഉപ്പേരി വെച്ചു, പുളിശ്ശേരി ഉണ്ടാക്കി, പിന്നെ കടല കുത്തി കഴിച്ച് പുട്ടിലേക്ക് പുട്ടുണ്ടാക്കി, ചോറൊക്കെ വെച്ച് അതൊക്കെ കഴിഞ്ഞു. ഇനി പോയിട്ട് കിച്ചൺ വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ ഷെബിയുടെ വണ്ടി സർവീസിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഷെബിയും കാർത്തും പൊന്നു കൂടിയിട്ട് കേല് പോവും. ബാക്കിൽ ഞാനും ചേട്ടനും കുണുക്കനും കൂടിയിട്ട് ഞാനും ചേട്ടനും കുണുക്കനും കുടിക്കാൻ. അവർ വരുന്നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. രാവിലെ സർവീസിനോട് 2 ദിവസം പിടിക്കും വണ്ടി കിട്ടാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചായ എത്തി. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഏത് നാട്ടിൽ പോലും ഈ സാധനം കിട്ടാനില്ല. അതല്ല ചായ മധുരമൊന്നും ഇല്ല. നീയേ പാപ്പ വേണ്ടാന്ന് അങ്ങനെ നമ്മള് ഭയങ്കര വിശപ്പേട. അത് ഞാൻ വേഗം ജിത്തുവിൻ്റെ അനിയനുള്ള അങ്ങനെ ചായ ചൂടാട്ടെ വണ്ടി ഓഫ് ആയില്ല. മധുരില്ല ചായ. മധുരമില്ലെങ്കിലും ചില ദിവസം ഞാൻ മധുരത്തെ ചായ കുടിക്കാറുണ്ട്. പക്ഷേ ചായ കൊണ്ട് കുടിച്ചാണല്ലോ ഇത് ഇവിടെ നിന്ന് കിട്ടുന്നത്. എന്താ കാരണം? അത് ശരി കേട്ടോ. എല്ലായിടത്തും പോയാലും ചായയിലും പഞ്ചസാരയും പാലും വെള്ളം തന്നെയാണ് ചായയിലൊക്കെ ചേർത്തുന്നതൊക്കെ. അതൊരു കൈപ്പുണ്യ തോന്നുന്നു. അതെയാ, നിങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു ചായ കുടിച്ച് ശീലിച്ച പെട്ടുപോയി. നല്ല ചായ അവിടെ നല്ല കടയിലാവുക. അല്ല ഇഞ്ഞിവിടെ നടന്നു പോയി. സത്യം ഓരോരുത്തരെ കൈപ്പുണ്യ. അത് സത്യം. അല്ല എല്ലായിടത്തും ചേർത്തുന്നത് ഇത് തന്നെ സെയിം സാധനങ്ങൾ തന്നെയാണ് അല്ലേ. പക്ഷെ ഇതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അപാര ടേസ്റ്റ് ചായക്ക്. നീ കുടിക്കില്ല മതല്ലാത്ത ചായ കഴിക്കുന്നത്? നിനക്ക് മകളായ നീ കുടിക്കാറില്ലല്ലോ, നിനക്ക് എടുക്കണം. അവൾക്ക് കണ്ടിട്ടാ പരിപ്പ്, അവൾക്ക് മതമുള്ളത് ഇഷ്ടമില്ല. പരിപ്പാടിയും ഈ പത്തിരക്ക് കാർത്തും കഴിക്കുള്ള. രസം വെച്ചിട്ടാ. വീട്ടിലുള്ള ഫുഡും ഇന്നത്തെ എൻ്റെ ഫേവറേറ്റാ. അത് കടല സാധാ നാളികേരം അരച്ച കറിയോ മസാല ഇട്ട് ഉണ്ടാക്കിയതല്ല, വെറും കുത്തി കഴിച്ച കറി. അതിനോട് വേറൊരു ടേസ്റ്റാണ്, വേറൊരു ഇഷ്ടം കേൾക്കാം. അവരോട് കുളിച്ചിക്കാൻ പറയണേ പൂവാല വേഗം അത് ഞാൻ പണ്ടോട് വേഗം കഴിച്ചു വെച്ചത്. പിന്നെ വന്നിട്ട് കഴിച്ചാൽ വന്നിട്ട് വെച്ചത്. എന്താ വെച്ചാൽ മഴയും ബ്ലോക്കൊക്കെ ആകുമ്പോഴേ നമുക്ക് വിചാരിച്ച പോലെ ഒന്നോട് തിരിച്ചെത്തണ്ടേ. തൃശ്ശൂരൊക്കെ പോകാൻ ഒരു ദിവസത്തെ ഞാനിഞ്ഞ് പോയി പുട്ടുകടല വേണ്ട.
ഇന്നൊന്നും കേറുന്നില്ലേ? ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടാ? കുണക്കനും ഒക്കെ പുട്ടും മീൻ കറി അപ്പൊ എന്റെ പോയിച്ചിട്ട് ഇവിടെ പത്തിരാ മനസ്സിലായി. ഞാൻ എല്ലാത്തൊന്നും ഓരോ കറി അടിച്ച് വെക്കണം. എലി കറിന്റെ പോലെ വളർന്നു കുരുത്ത് കറിയാണോ? പീഡനാണ് പീഡനം. അങ്ങനെ നമ്മൾ കുണുക്കിനും കൊണ്ടാക്കിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വരുമ്പോൾ തറവാട്ടിൽ ഇറങ്ങിയിട്ട് അനിയൻ്റെ അമ്മേനെ കണ്ടിട്ട് ഒരാഴ്ചത്തോളം ആയില്ല. അമ്മേൻ്റെ അടുത്ത് പോയിട്ട് അപ്പോൾ അനിയാണ് ഭയങ്കര തൊരുക്കേടായിരുന്നു, അമ്മേനെ കാണാൻ പറ്റാത്തത്. അപ്പം അങ്ങനെ ഞങ്ങൾ വേഗം അമ്മേടെ അടുത്തേക്ക് ഉണ്ണികളെ കൊണ്ടാക്കി വരുമ്പോൾ ഞാൻ കാർത്തുമ്മ അവിടെ ഇറങ്ങി. അനിയായിട്ട് വീട്ടിൽ വന്ന് കാർ ഇവിടെ ഇട്ടതിന് ശേഷം പൊന്നും അനിയനും കൂടിയിട്ട് വന്നിട്ട് പൊന്നു കുറേ ദിവസമായി അച്ഛമ്മേനെ കണ്ടിട്ടുണ്ട്. അവളും അച്ഛമ്മേനാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ഞങ്ങൾ പോയി വരുന്നത് അത് പൊന്നു കുറച്ച് കഴിയുമ്പോഴേക്കും കാർത്തു വാശി പിടിച്ചപ്പോൾ പൊന്നു ഇങ്ങോട്ട് പോന്നു. പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനും എല്ലാവരും പോകുന്നുട്ടോ. വരുമ്പോൾ ഇവർ പുട്ടും കടലും കഴിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫുഡ് കഴിക്കാൻ ഞാൻ രാവിലെ കഴിക്കില്ല എന്ന് വിചാരിക്കില്ല, കഴിച്ചേ പറ്റും എനിക്കറിയാം. അപ്പോൾ വേഗം ഞാൻ പുട്ടും കടലെടുത്ത് ഞാൻ രണ്ടാളും അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ ഈ വയറിപ്പോൾ ഭയങ്കരമായിട്ടൊന്നും അറിയാം. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊക്കെ അത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു കുറച്ചും കൂടി കഴിക്കാനായിട്ടോ എന്ത് എടുക്കുമെന്ന് വെച്ചിട്ട്. അങ്ങനെ കൊടുക്കാനും മനസ്സൊന്നുമില്ല, എനിക്കിഷ്ടമുള്ളതല്ലേ. അത് കഴിഞ്ഞു നമ്മുടെ പണികൾ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് റെസ്റ്റ് ഇല്ലാത്ത കാരണമാണ് ഇതാണ് കേട്ടോ. നമ്മൾ പുറമെന്ന് പറഞ്ഞൊരു ഇവരെന്താ വീട്ടിലിരുന്നിട്ട് കാശ് ഉണ്ടാക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത്. വീട്ടിലിരുന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്തുണ്ടാക്കാണ്ട് കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട് ഒതുക്കാനോ കാര്യങ്ങളോ ഒന്നിനും ഞങ്ങൾക്ക് പറ്റാത്ത അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോക്കും കാര്യങ്ങളും ഇറക്കി നമ്മുടെ വീട് കുഞ്ഞു വീടല്ല, അത് നിറച്ച് ഇങ്ങനെ സാധനങ്ങളിരിക്കുക. അപ്പോൾ ഇനി ഇത് എവിടെയെങ്കിലും ഒരു റൂം എടുക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം നമുക്കിത് അല്ലേ എടുത്ത് വയ്ക്കാൻ. നമ്മൾ നോക്കുന്നുണ്ട്, നമുക്ക് ഈ അഡ്വാൻസ് ഒക്കെ 1 ലക്ഷമൊക്കെ വരുന്നത് നമ്മോട് താങ്ങില്ല. അതുകൊണ്ടാണ് നമുക്ക് റൂമൊക്കെ ഒരു ചെറിയ തോതിലിട്ടാണെങ്കിൽ നമുക്കത് റൂം ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റുഡിയോ പോലെ ആക്കി നമ്മൾ ഗോഡൗൺ പോലെ ആക്കണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, എല്ലാം സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത മോഡൽ സാരിയായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചു ചേച്ചി റൈറ്റ് കുറവിൻ്റെ സാരി ഇറക്കുന്ന കേട്ടോ. പക്ഷേ റൈറ്റ് കുറവ് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചില്ല, സാരിയുടെ മെറ്റീരിയലും കൂടി നന്നാവേണ്ടേ. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എപ്പോഴും സാരി നമുക്ക് യൂസ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയൊരു മെറ്റീരിയൽ നല്ല മെറ്റീരിയലായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് റൈറ്റ് കുറവെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക ഒരു തീരുമാനങ്ങളുണ്ട്. ഇങ്ങനെ വേണം, ഇന്നതുപോലെ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ജാക്കറ്റാണ് കേട്ടോ. അതായത് നമുക്ക് എല്ലാ സാരിയുടെ ജാക്കറ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ ഒരു സാരി ഇവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാരി ഞങ്ങൾ എടുക്കൂട്ടാന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുത്തു, ഇഷ്ടപ്പെട്ടത് പൊന്നെടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്ത സാരി. ഇനി എൻ്റെ ഇല്ലാത്തൊരു കളറാണ് ബ്ലാക്കും മെറൂണും തമ്മിലൊരു കോമ്പിനേഷൻ എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഉടുത്ത് വന്നപ്പം എനിക്ക് പക്ഷേ എൻ്റെ ഇഷ്ടപ്പെട്ട കളർ ഇതാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഒരുപാട് മഞ്ഞുള്ള കാരണം ഈ പ്രശ്നമൊന്നും ഞാൻ മാറ്റി ചിന്തിച്ചു, അത്രേ ഉള്ളൂ. ഇനിയും എടുക്കല്ലേ നമ്മുടെ ബിസിനസ് നല്ല നിരക്ക് പോവുകയാണെങ്കിൽ ഇനിയും സാരികൾ ഒരുപാട് മോഡലുകളും എപ്പോൾ വന്നാലും എല്ലാ സാരികളിലും മഞ്ഞ എന്നൊരു മോഡൽ വരാണ്ടിരിക്കില്ല. അത് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ കൊണ്ടുവരാണ്ടിരിക്കില്ല. എന്ന് വെച്ചാൽ എനിക്ക് കളറിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അത് യെല്ലോ ആണ് കേട്ടോ. അതിനോടൊരു പ്രത്യേക അത് ഈ ഗോൾഡൻ യെല്ലോ ഒക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, കാരണം മസ്റ്റേർഡ് യെല്ലോ എന്നറിയില്ല, ആ ഒരു യെല്ലോ മെറൂണിൽ വരേണ്ടത്. ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ മെറൂൺ ഒരു ചെറിയ കരം, ഈ ഒരു കരം മാത്രം കേട്ടോ. അടിപൊളി നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് റേറ്റ് ഓറിന് നമുക്ക് തരാൻ അറിയാം, പക്ഷേ മെറ്റീരിയൽ നല്ലതാണ്. റേറ്റ് ഓറ് മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മളെപ്പോഴും മെറ്റീരിയലും കൂടി നോക്കണം. നമ്മൾ ഒരു പ്രാവശ്യം വിലക്കുറഞ്ഞ് മേടിച്ച് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്ത് പിന്നെ അത് കളയാനല്ലല്ലോ. നമ്മൾ ഒരുപാട് നാൾ യൂസ് ചെയ്യേണ്ട ഒരു സാരി മേടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ മെറ്റീരിയലും കൂടി നന്നായിരിക്കണം. ഞാൻ ആ ഒരു കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരാളാണ്. ഇതൊക്കെ നോക്കി, ഇതൊക്കെ നമുക്ക് ഷാമ്പു വാഷ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഷാമ്പു വാഷ് ചെയ്ത് എനിക്ക് തേക്കേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല തോന്നി ഈ ഒരു സാരി. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു യെല്ലോ മെറൂണും തമ്മിലുള്ള സാരി. നമുക്ക് സാരി എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്ക് തൊട്ട് നോക്കണം എങ്ങനെയായിരിക്കും എൻ്റെ മെറ്റീരിയൽ. ഞാൻ 100% ഗ്യാരണ്ടി തരാം, അടിപൊളി മെറ്റീരിയലാണ്. അത് ഏത് ഏജുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡൽ സാരിയാണ് കേട്ടോ. നമുക്ക് ചില സാരി നമ്മൾ ഓരോ ഏജുകൾ പറയും, ഈ ഏജ് നമുക്ക് സാരി,
പക്ഷേ ഈ ഒരു സാരിക്ക് ഏജ് ഇല്ല കേട്ടോ, ഏജിന് യാതൊരു പ്രസക്തിയില്ലാത്ത സാരികളാണ് ഇതിൽ കാണുന്നില്ല. നല്ലൊരു ചാണപച്ച കളറിന് നല്ലൊരു മെറൂണാണ് കേട്ടോ വരുന്നുണ്ട്, ഭയങ്കര സോഫ്റ്റ്. അതിൻ്റെ ഏത് ജാക്കറ്റ് ആയാലും പ്ലെയിൻ ആണ് കേട്ടോ. നമ്മുടെ ജാക്കറ്റ് വരുന്നത് പ്ലെയിനും ഈ ഒരു കാര്യമായിരിക്കും നമ്മുടെ ജാക്കറ്റിന് വരുന്നത്. പോവാം. അപ്പം ഈ അടുത്തത് ഈ ഒരു ചാണകപ്പച്ച കളറും ഒരു ഡാർക്ക് കരിമ്പച്ചയാണ് കേട്ടോ. അത് തോന്നുന്നു എല്ലാ നിറക്കാർക്കും നന്നായി ചേരണൊരു കളറാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിണ്ടിട്ടാണ്. സത്യം പറഞ്ഞാൽ എത്ര കണ്ടാലും കൊതി വരാത്ത നിറമാണ് ഈ ഒരു കളർ. ഇതൊരു മസ്റ്റേർഡ് എല്ലാം ഒരു മെറൂണും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ഈ വരുന്നത്. നോക്കി ഇതൊന്നും ഏത് കാലഘട്ടത്തിലും ട്രെൻഡ് പോകാണ്ട് നിൽക്കുന്ന സാരികളാണ്. അതാണ് ഇതിൻ്റെ ഈ ഒരു സാരിയുടെ പ്രത്യേകത. ഏത് കാലഘട്ടത്തിലും ഈ സാരികൾക്ക് ട്രെൻഡ് പോകില്ല കേട്ടോ. അതേപോലെ അതാ അടിപൊളി സാരിയാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഈ ഒരു ഡിസൈനിൽ തന്നെ റേറ്റ് കുറവിൻ്റെയും റേറ്റ് കൂടുതലിൻ്റെയും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് നോക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഏതറിയുന്നത് ഞാൻ വളരെ കുറച്ച് കളക്ഷൻ എടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഓക്കെ ഞാൻ ചോദിച്ചു സത്യനാരായണ എന്നെ ചീത്ത പറഞ്ഞു ചോദിച്ചു എന്നുവെച്ചാൽ എവിടെ പോയി എൻ്റെ മുഖം തെളിയില്ല അപ്പം ഇല്ലേ തോന്നിയില്ലേ, കടക്കാർക്ക് വെറുപ്പാവും എനിക്ക് എടുത്തു തന്നിട്ടെന്ന് പറയും. പക്ഷെ നമ്മളല്ലേക്ക് അങ്ങനെ ഒരു സാധനം കൂടുതൽ നമ്മുടെ പേജിൽ ഒരു വഴിപാടല്ലല്ലോ അല്ലേ. നമ്മുടെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വഴിപാടല്ല. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട്, അത് പ്രത്യേകിച്ച് നമ്മളൊരു നൂരിത് മറ്റേ നമ്മളൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അതിന് നമ്മൾ കുറച്ച് കൂടുതൽ ചിലപ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരും. അതിന് ഞാൻ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്, നോക്കി സൂപ്പർ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഫോട്ടോസുകളും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റയിൽ ഉണ്ടാവും കേട്ടോ. കൃപ എന്നാണ് നമ്മുടെ ഇൻസ്റ്റ പേജിൽ. അത് ഈ നൂല് ഇതൊക്കെ കെട്ടിയത് നമ്മൾ വെടിയിപ്പിച്ചതാണ് കേട്ടോ. ആടാ ഒരു ഡാർക്ക് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് ഗ്രീനും നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ഈ ഒരു സാരിക്ക് വരുന്നത്. തോന്നുന്നു ഈ ജോലിക്കൊക്കെ പോലെ ഇങ്ങനെ ടീച്ചർമാരെ ബാങ്കിൽ അവർക്ക് കുറേ ടൈം ഇങ്ങനെ നടക്കാനിരിക്കണം. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരില്ല കേട്ടോ. ഈ ഒരു സാരി ഉടുത്ത കഴിഞ്ഞാൽ ഒരാൾ ഞെറി പിടിച്ചേരാൻ വരണ്ട. ശരി, നമ്മൾ ഞെറി പിടിക്കുമ്പോൾ അന്നേട്ടാ ഞാൻ വിളിക്കാറുണ്ട് ചില സാരി ആകുമ്പോൾ അന്നേട്ടാ ഞെറിന്ന് പിടിച്ചാൽ നേരും ശരി. പക്ഷേ ഈ ഒരു സാരി എടുക്കുമ്പോൾ ഒരാളെ ആവശ്യമില്ല, ഒറ്റയ്ക്ക് സാരി എടുക്കാം. എത്ര സാരി എടുക്കാറായവർക്കും ഈ ഒരു സാരി എടുക്കാൻ പറ്റും, അത് ഉറപ്പാണ്. അത്രയും മെറ്റീരിയൽ നമുക്ക് ഓക്കെയാണ്. ഒരു മോഡലാട്ടോ, ഇപ്പത്തന്നെ ഭയങ്കര രസമായിരിക്കും. ഇതാണ് അതിൻ്റെ ബ്ലൗസ് തന്നെ കേട്ടോ. കണ്ട ഈ ഒരു ചെറിയ ബോർഡാണ് കൈമിക്കുന്നത്, അടിപൊളിയായിരിക്കും. ഞാൻ സത്യമാണ്, ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ച് നടന്ന സാരി ഇതായിരുന്നു. കുറേ സ്ഥലത്ത് ഞാൻ അന്വേഷിച്ച് നടന്നത് ഈ ഒരു സാരി ആയിരുന്നു കേട്ടോ. ഇത് നല്ലൊരു മെറൂണും നല്ലൊരു ബ്ലൂ ആട്ടാണ്, നല്ല കരിനീലാന്ന് പറയില്ലേ, നല്ല ഡാർക്ക് നീല, സൂപ്പർ, ഭയങ്കര ഇഷ്ടമായി. ഇതൊരു പിങ്കും ഒരു ഗ്രീനും തമ്മിലുള്ളൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമ്മുടെ പുതിയ സാരികളും മോഡലുകളൊക്കെ ഇതിൻ്റെ നമ്മൾ താഴത്തേക്ക് തന്നെ ബോർഡ് കുറച്ച് വീതിയും നമ്മുടെ ഇവിടേക്ക് തന്നെ ബോർഡ് കുറച്ച് വീതി കുറവാണ് കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് വീതിയുള്ള ബോർഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ തടി തോന്നിക്കും. ഇവിടേക്ക് എപ്പോഴും ബോർഡ് ചെറുതായിട്ട് വരുന്നതാണ് ഏറ്റവും ഭംഗി. ഞാൻ കൂടുതൽ അത് തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നോക്കി പ്ലീസ് ഇതൊക്കെ പോവാണെങ്കിൽ ഇതിരിക്കും. ഇതാരും ചോദിക്കരുത്, ഇതൊറ്റ പീസ നോക്കിയേ പൊന്നോ. ബിസിനസ് പാർട്ട്ണർമാരുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റും. പാർട്ട്ണറിനോട് അഭിപ്രായം ചോദിക്കുന്നല്ലോ. അയ്യോ അന്നേട്ടോ നോക്കിയേ കേട്ടാ, അടുത്ത പാർട്ട്ണർ പറഞ്ഞിട്ടാ ഇതൊക്കെ കൃപയില് വിറ്റൊഴിക്കാൻ മാത്രമുള്ളത്. ശരിയല്ലേ, കള്ളന്മാരാ, വെറുതെ ഞങ്ങളെ പട്ടിപ്പണി ചെയ്യിപ്പിക്കുമ്പന്മാര്. അങ്ങനെ അടിപൊളി സാരിയാണ്. അപ്പോൾ വളരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് മോഡൽ കുറേ ഇങ്ങനെ വാരി വരച്ചിട്ട് ഇറക്കില്ല, എനിക്കിഷ്ടമല്ല അത്. ഒരു മോഡലാണ് ഒരു 100-150 എണ്ണം ഇറക്കുക. അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ സഭയിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരുപോലെ എടുത്ത് വെക്കുക. അതുപോലെ എനിക്ക് അതിനേക്കാളും ഇഷ്ടം നമ്മൾ സഭയാകുമ്പോൾ നമ്മൾ മാത്രമായി സാരി എടുത്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ചിന്തിക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് പലർക്കും പല ചിന്താഗതിയുള്ളവരാണ്.
അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ മോഡൽ. ഇനിയുണ്ട്, ഇനിയുള്ളതൊന്നും നമ്മൾ കവർ പൊളിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് വെട്ടി പൊളിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് കോട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കോട്ടൻ്റെ തന്നെ ഒരുപാട് മോഡൽ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ കുറെ ആൾക്കാർ റൈറ്റ് വാറണ്ട് ചോദിച്ചു. ടീച്ചർമാർ കുറേ ആൾക്കാർ മെസ്സേജ് ഞങ്ങൾക്ക് ഡെയിലി ജോലിക്ക് പോകുമ്പോൾ പറ്റിയ സാരികളും കാര്യങ്ങളും ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുറേ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് പോലെ ഇരിക്കും കാര്യങ്ങൾ. ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഈ ബ്രൈഡൽ സാരി വിറ്റൂടെ, നിങ്ങൾ ഇങ്ങനെ ഷോപ്പ് തുടങ്ങിക്കൂടെ കാര്യം. ഞങ്ങളതൊക്കെ കണ്ടെത്തി. എല്ലാം നമുക്ക് പ്രശ്നം ക്യാഷിൻ്റെ മാത്രമല്ല, ഐഡിയക്ക് ഒരു കവർ ഷുഗർ ഉള്ളതുകൊണ്ടാണ് അച്ഛന്റെ കിഡ്നി ഊരാത്തത്. അച്ഛന് കിഡ്നി ഊരിട്ട് ഷോപ്പ് ഇട്ടായിരുന്നു ദുഷ്ടൻ. അപ്പൊ അങ്ങനെയാണ്. നിനക്ക് ഷുഗറില്ലല്ലോ, നിന്റെ അമ്മാച്ച പറയാ വയസ്സായ കിഡ്നിക്ക് മാർക്കറ്റില് ചെറുപ്പക്കാരൻ്റെ അപ്പൊ എന്തായാലും ഈ വീഡിയോ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ സെയിം മോഡൽ സാരോട് നമ്മുടെ പൊന്നുകൂടി വരുന്നുണ്ട്. അതൊന്നുകൂടി ഇപ്പൊ ഞാൻ ഒരു 10-42 വയസ്സായ ഒരു ഏജ് ആളും അവളൊരു ചെറിയ പെൺകുട്ടിയാ 10-23 വയസ്സ്. അപ്പൊ ഇത് ഏത് ഏജുകാർക്ക് കൊടുക്കാം ഇല്ലേ? സന്തോഷല്ലേ കേൾക്കുമ്പോ അതൊരു സന്തോഷല്ലേ. എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊക്കെ ദൈവം ഇത്രയെങ്കിലും തന്നില്ല. ഒന്നുമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഒന്ന് നമുക്ക് കണ്ണിന് കാഴ്ചയും കേൾവിയും സൗന്ദര്യം ശ്യാമാണ്. അതേപോലെ നമുക്ക് ഈ കോട്ടൺ സാരി കൊടുക്കാൻ പറ്റിയ ബ്ലാക്ക് മെറ്റലിന്റെ ഒരു മാലയും കമ്മലാണ് കേട്ടോ. ഇതും നമ്മുടെ കൃപ ഇൻസ്റ്റാ പേജിലുള്ളതാണ്. ഇത് മാത്രം നമ്മുടെ കൃപയിലില്ല. ഇനി നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഞങ്ങൾ ഇറക്കും. ഓക്കെ. ഞാൻ കണ്ടു. ഞാൻ കണ്ടു. പക്ഷെ ആ വളയ്ക്ക് ഭയങ്കര വില. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ എൻഗേജ്മെന്റിന്റെ ടൈമാണ്. ആ മോഡൽ വിലയാ. അപ്പൊ ഇതാണ്. ഇപ്പോൾ ഈ സാരിയുടെ കുറച്ച് നമുക്ക് ബ്ലൗസിൻ്റെ അവിടെ മാത്രം അടിച്ച് കുറച്ച് പ്രശ്നം വന്നു. ഇനി റിപ്പയർ ചെയ്യാൻ കൊടുക്കാമെങ്കിൽ നേരില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഇട്ടു തുടങ്ങി. ഇത് റിപ്പയർ ചെയ്യാൻ കൊണ്ട് കൊടുക്കണമെങ്കിൽ ബ്രസ്റ്റിൻ്റെ വശം ജസ്റ്റ് ഒന്ന് പരന്നായിരുന്നു. അതൊന്നുകൂടി സെറ്റ് ചെയ്യാണ്ട് ബ്ലൗസ്. അപ്പോൾ എനിക്ക് എന്തായാലും കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു സാരി. എന്തായാലും ഒരു സാരി ബിസിനസ് തുടങ്ങിയോട് കൂടിയിട്ട് കുറേ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നു വിചാരിക്കുക. ആടിന് ചങ്ങനാഥിക്ക് സാരി എടുത്തായിരുന്നു ഞാൻ. എനിക്ക് ഇടയ്ക്ക് മാസത്തിന് 2 സാരിയൊക്കെ കിട്ടും. ഇനി ഒരു സാരിയുടെ മോഡലോട് ഞാൻ ജാക്കറ്റ് അടിക്കാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തത് കൊണ്ടു കൊടുക്കാൻ പോവാ. ഇവരുടെ എന്താ ഈ ഓട്ടച്ചട്ടിയുള്ളൊരു പറഞ്ഞില്ലേ, ചട്ടി ഉണ്ടാക്കണ ഒരു ഓട്ട പറ്റി ഞങ്ങളുടെ സാലറി ഇത് കട്ട് ചെയ്തോ. നമുക്ക് സാലറി ഉണ്ട് വീഡിയോ എടുക്കുന്നതിന്. നമുക്ക് സാലറി ഉണ്ട് വീഡിയോ എടുക്കുന്നതിന്. എന്നാലും കുഴപ്പമില്ല കേട്ടാ. അപ്പൊ നമ്മുടെ പൊന്നോടി വന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടാ. അപ്പൊ ഇതാണ് കേട്ടാ കണ്ട. അപ്പൊ ഞാൻ ഏത് സ്കൂളിലെ ടീച്ചർമാര് ഓഫീസിൽ വർക്ക് ചെയ്യണവർക്ക് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് സാധനം. സത്യം ഞാൻ ഉടുക്കാറിയാത്തവർക്ക് പോലും ഇവിടെ സാരി ഉടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യണത് ബേബിയായി വിളിക്കും. ആളെ കാണാനില്ലേ, കുഞ്ഞു തല മാത്രമാണ് കാത്തും നിൽക്കുന്നുണ്ട്. ഇവിടെ മാമന്റെ ബനിയനും സോക്സ് ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഇവിടെ കുട്ടി മാമന്റെ ഡ്രസ്സ് മേമന്റെ ഡ്രസ്സാണ് കുട്ടിക്ക് വേണ്ടത്. പക്ഷെ എപ്പോഴും പൊന്നു സാരി ഉടുത്താ ആദ്യം വിളിക്കാരേ ശ്രമിയ സാരി ഉടുത്ത കഴിഞ്ഞാൽ ആദ്യം വിളിക്കാരേ ആ ഞെറിയൊക്കെ ശരിയാക്കി കൊടുക്കാൻ. ഇതിപ്പോ ഒരാളുടെ ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മളുണ്ട് ഉടുത്തിങ്ങനെ ഞെറി എടുത്താൽ ഇങ്ങനെ ഇട്ടേണ്ട അതേപോലെ എടുക്കും. അങ്ങനെ നമ്മളുടെ എത്ര ഇതാക്കിയാലും ഈ സാരി കണ്ട നമ്മളോട് എടുക്കാൻ പോണടുത്ത് ഒരാൾ പറഞ്ഞു നടന്ന സാരിയുടെ മെറ്റീരിയൽ മനസ്സിലാക്കുന്ന രീതി ഇങ്ങനെയാണ്. നമ്മളിത് ഇങ്ങനെ പിടിക്കുക, അതാണ്ട് ചുട്ടയുടെ കാട്ടുന്നു, ഇങ്ങനെ ചുട്ടുക, അതാണ് നിവർത്തുക. അപ്പൊ നമുക്ക് ആ സാരിയുടെ മെറ്റീരിയൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്യം അതായത് അത് നിങ്ങൾക്ക് കിട്ടിയ അഹങ്കാരം കൊണ്ട് ഇപ്പൊ അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി ആദ്യം ബ്ലൗസ് അടിച്ചില്ല.
അല്ല നിങ്ങൾ പറഞ്ഞു നമ്മൾ ഉടുത്ത സാരിയാണെന്ന് ഒരിക്കലല്ല ഞങ്ങൾ ഇത് നേരണം ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാരികൾ ഞങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. അലമാരി പുതിയത് മേടിക്കേണ്ടി വരുമോ വീടാണ് എടുക്കേണ്ടി വരുമോ എന്നൊക്കെ അറിയില്ല. ഓൾറെഡി ഇവിടെ ടൈറ്റാണ് എല്ലാ അലമാരിയും. ഇനിയിപ്പോൾ പുതിയ എടുത്താലും എടുത്തില്ലെങ്കിലും നമ്മുടെ ലൈഫിൽ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ സാരി കൊടുക്കണം മേടിക്കണം. ചിലവരാണ് കുറേ ബ്ലൗസും സാരികളൊക്കെ ഞങ്ങളിൽ അതൊന്നും ഇല്ല. അങ്ങനെയില്ല. ഇപ്പം അടുത്ത കാലത്ത് ഇനിയിപ്പോ ചുരിദാറൊക്കെ വേണ്ടെന്നില്ല സാരി ഒക്കെ എല്ലായിടത്തേക്ക്. അപ്പൊ ചുരിദാറാണ് പണ്ടൊക്കെ അടിമ കണ്ണെന്നായിട്ട് ഇങ്ങനെ ഇതാക്കില്ലേ അടിമാന്നാണ്ട് അതുപോലെ ഞാൻ ടാറ്റ് ഞങ്ങൾ ചെറുതടിച്ചേക്ക് നെറ്റത്ത് അടിച്ചേക്കിവരെ ആൾക്കാർ കാണാൻ വേണ്ടിട്ട് വേറെ മാച്ച് അടിപൊളി. നമ്മൾ സാധാ കാണുന്ന ഒരു ബ്ലാക്ക് മെറ്റലിന്റെ മാല അല്ലാണ്ട് നിങ്ങൾ ആ ഒരു കണ്ടോടക്കണ ഈ ഒരു മാല കാണുന്നത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ. ഞാൻ വെറുതെ പറയണ കാര്യമില്ല. ഞാനത് പറയേ നിങ്ങളോട് പറയണെങ്കിൽ അത് നമ്മൾ അത്ര ഉറപ്പുള്ളതാണ് നിങ്ങളോട് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ജോലി ഇതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. നമുക്ക് ഷോപ്പൊന്നും ഇല്ലല്ലോ കാണിച്ചതാക്കാൻ. നമ്മൾ പറയുന്നത് നമ്മളുള്ള വിശ്വാസമാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കൊല്ലത്തിന്റെ കുന്നോളത്ത് നല്ല ഷോപ്പിടാ. എല്ലാവരും സപ്പോർട്ട് വേണം. വീട് എന്തിനത് അതിനാണല്ലേ. അപ്പൊ അത് നമുക്ക് മോഡ് ഷീറ്റ് ഉണ്ട് അവിടെ മൊത്തം നമുക്ക് സൈഡ് അടിച്ചു കഴിഞ്ഞാൽ പടി കഴിഞ്ഞു. നിങ്ങളൊക്കെ വീട്ടിലത് കേട്ടിട്ടുണ്ട്. അല്ല റൈറ്റ് കൂടില്ല എന്തിനൊക്കെ റൈറ്റ് കൂടില്ല. നമുക്കിപ്പോ ഓൾറെഡി ഷീറ്റ് ഇട്ട സ്ഥലം ഇരിക്കുന്നു. അപ്പൊ അതേ അങ്ങനെ ഇത് രണ്ടുമാണ് കേട്ടോ. പക്ഷെ എന്റെ കണ്ണ് ഞാൻ പറയേ കുറുക്കൻ കോഴി ചത്താലും കണ്ണ് കോഴിക്കോട്ട് നല്ല മഞ്ഞമ്മയാണ്. അവിടെ ഞാൻ ഇപ്രാവശ്യം മഞ്ഞ പൊന്നിന് കൊടുത്താട്ടെ. എന്താ വെച്ചാ എന്റെ ഒരു ഫുള്ള് മഞ്ഞ പിന്നെ പൊന്ന് മഞ്ഞ ആയിക്കോട്ടെ. അല്ല മഞ്ഞയുടെ ഒരു പകിട്ട് കാണുന്നുണ്ടല്ലോ അത് മഞ്ഞ ഉടുത്ത് കാണുമ്പോൾ നമുക്ക് ആ മഞ്ഞ ഉണ്ട് ഇല്ലാന്നൊന്നും പറഞ്ഞ സൗന്ദര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതല്ല എല്ലാവർക്കും എല്ലാവരുടെ സൗന്ദര്യം മഞ്ഞ എന്ന സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ മേക്കപ്പിന്റെ ആവശ്യമില്ല. ആ ഒരു മഞ്ഞയുടെ ഗ്ലോ നമ്മുടെ ഫേസിലേക്കാണ് ശരിക്കും അടിക്കുക. നിങ്ങൾ മഞ്ഞ യൂസ് ചെയ്യാത്തവരാണെങ്കിലും വീണ്ടും എടുത്ത് നോക്കിയൊക്കെ യൂസ് ചെയ്യും. ഇറ് നിറമുള്ളവർക്കാരും നിറം കുറഞ്ഞവർക്കാരും വെളുത്തവർക്കാരും എല്ലാവർക്കും ചേർന്ന് പോണ ഒരു കളറാണ്. അതും നല്ല മസ്റ്റേർഡ് മഞ്ഞ എല്ലോ. ഓ ഇത് ഉടുക്കാൻ പറ്റുമോ? ഇത് ഉടുക്കാൻ പറ്റുമോ? കളറുള്ള ജാക്കറ്റ് ഉണ്ട് റെഡ് ജാക്കറ്റ് ഇട്ട് ചടുക്കും. ഞാൻ ഇനി കുറെ ജാക്കറ്റുകൾ അടിച്ചേക്കണം വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടില്ലേ? ടീച്ചർമാർക്ക് ഒരു പേടി പേടിക്കാതെ കണ്ണടച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റം. തീർച്ചയായും ടീച്ചർമാര് മാത്രമൊന്നുമല്ല കേട്ടോ എല്ലാവർക്കും മേടിക്കാം. അത് കൂടുതല് കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് കൊടുത്ത് നമുക്ക് നമുക്ക് ഇത് ശരിക്കും ഈ മഴക്കാലത്ത് മഴ കൊണ്ടാലും ഇതേ 2 കുടച്ചിട്ട് 5 മിനിറ്റ് ഫാൻ്റെ ചോദിട്ടൊന്ന് ഉണങ്ങി കിട്ടി. എന്ന് വെച്ചാൽ അത്രയും എന്താ പറയാ ഒരു തീരെ വെയിറ്റ് ഇല്ലാത്തൊരു മെറ്റീരിയലാണ്. ഓക്കെ അതെ ബൈ ബൈ. പഠിച്ചിട്ട് വാ നല്ല കുട്ടിയായിട്ട് വാ. ബൈ. പോണത് കാണിച്ചാ. ഇത് സ്കൂൾ പോലെ കിളിക്കത്തില്ല രാവിലെ ഒന്ന പോലെയൊക്കെ ഒരു ഷൂവും കൂളി ഗ്ലാസ് ഒക്കെ ആയിട്ട് കാത്തോ ഇങ്ങ വാ തമ്പി. ആരത് ആരാ എങ്ങോട്ടാ പോണ്? എവിടേക്കാ? നീ ആ ചാച്ചനോട് പോവാന്നാ പോയി പറയാ ചാച്ചനോട് പോവാന്ന്. ഞാൻ ചാച്ചന് വിഷമാവില്ലേ? പോളോക്ക് ഇംഗ്ലീഷ് എങ്ങടെ പോണെന്നാ പാപ്പൻ? ഒരു പ്ലെയിൻ ജ്യൂസ് കൊടുത്താ പാപ്പയ്ക്ക്? പ്ലെയിൻ ജ്യൂസ് കൊടുത്ത പാവം. വിളിക്ക അപ്പാപ്പ വിളിക്കേ. അപ്പാപ്പ വിളിച്ചേ. അപ്പാപ്പ അപ്പാപ്പ പാട്ട് പാടി കൊടുത്തോ? ആ ഗ മ പ ദ അപ്പാപ്പ അപ്പാപ്പ പാടി കൊടുത്തേ. കാത്തു അമ്മാമ്മോട് പോവാർന്ന അപ്പൊ ഞാൻ എന്നാണ്ടിട്ട് അമ്മാമ്മയെന്ന് അറിഞ്ഞിട്ടില്ലേ കുട്ടി? അമ്മാമ്മ എവിടെയാ?
പോയി. അമ്മ എനിക്കിന് അമ്മായി പോയി. അമ്മമ്മയുടെ അമ്മമ്മയോ പ്ലെയിൻ കിസ്സായി അമ്മാമിക്ക്. പിന്നെ തന്നെ പ്ലെയിൻ കിസ്സിന്റെ കാത്തോ. ഇങ്ങനെ ഇരിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞ് വയലന്റ് ആയ പുലിയാണ്.